എല്ലാവർക്കും നമസ്കാരം. പ്ലസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഞ്ചാമത്തെ ചാപ്റ്റർ ആണ്, ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഈ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ടോപ്പിക്കുകൾ: ഒന്ന് ഡാറ്റ ടൈപ്പുകൾ, രണ്ട് വേരിയബിളുകൾ, മൂന്ന് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ, നാല് എക്സ്പ്രഷൻസ്, അഞ്ച് സ്റ്റേറ്റ്മെന്റുകൾ. 5 ടോപ്പിക്കുകളാണുള്ളത്. നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്കായി ഡാറ്റ ടൈപ്പിലേക്ക് പോകാം. ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഡാറ്റ ടൈപ്പ്? ഡാറ്റ ടൈപ്പ് ഡിഫൈൻസ് ദ നേച്ചർ ആൻഡ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ഡാറ്റ. ഡാറ്റയുടെ സ്വഭാവം, അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ഡാറ്റ ഇനങ്ങൾ. ഡാറ്റ ഇനങ്ങളെ വിവിധ തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. ഇതിൽ തന്നെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പുകളുണ്ട്. പേരുകൾ നമ്മൾ ഓർത്ത് വെക്കണം: ക്യാർ, ഇന്റ്, വോയിഡ്, ഫ്ലോട്ട്, ഡബിൾ. ഓരോ തരത്തിലുള്ള ഡാറ്റയ്ക്കും വേണ്ടിയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളാണിത്. ക്യാർ എന്ന് പറയുമ്പോൾ ക്യാരക്ടർ ഡാറ്റയാണ്. ഇന്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റിജേഴ്സിന് വേണ്ടിയിട്ടാണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ എം ടി ഡാറ്റ ടൈപ്പാണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാലും ഡബിൾ എന്ന് പറഞ്ഞാലും ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പാണ്. അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ സിംഗിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. ഡബിൾ എന്ന് പറയുമ്പോൾ ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കീവേഡുകളാണ് എന്ന് മനസ്സിലാക്കുക. ഡാറ്റ ടൈപ്പുകൾ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 എണ്ണമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു ടേബിൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടേബിൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഡാറ്റ ടൈപ്പുകളുടെ പേരുകളുണ്ട്. എന്തിനാണ് ഈ ഡാറ്റ ടൈപ്പുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് തരം ഡാറ്റയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കോളത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഓരോ ഡാറ്റയുടെയും അല്ലെങ്കിൽ ഓരോ ഡാറ്റ ടൈപ്പിൻ്റെയും സൈസാണ്, അതായത് മെമ്മറി റിക്വയർഡ് ഫോർ സ്റ്റോറിങ് ദാറ്റ് ടൈപ്പ് ഓഫ് വാല്യൂ. ഒരു ക്യാരക്ടറാണ് മെമ്മറിയിൽ സൂക്ഷിക്കേണ്ടതെങ്കിൽ എത്ര ബൈറ്റ് മെമ്മറി വേണം? അവിടെ 1 ബൈറ്റ് മെമ്മറി. ഇൻറ്റിജറിന് വേണ്ടിയിട്ട് 4 ബൈറ്റുകൾ റിസർവ് ചെയ്യപ്പെടുന്നു. ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് വേണ്ടിയും 4 ബൈറ്റ് റിസർവ് ചെയ്യപ്പെടുന്നു. ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് വേണ്ടിയിട്ട് 8 ബൈറ്റുകൾ റിസർവ് ചെയ്യുന്നു. വോയിഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന്റെ സൈസ് 0 ബൈറ്റ്സ് ആണ്, കാരണം അത് എം ടി ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. അടുത്ത വേരിയബിളുകളാണ്. എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? നെയിംസ് ഫോർ സ്റ്റോറേജ് ലൊക്കേഷൻ. ദാറ്റ്സ് എ സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ. മെമ്മറി സ്ഥാനങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്ന ഡാറ്റയെ അല്ലെങ്കിൽ മെമ്മറിയുടെ ഉള്ളടക്കത്തെ നമ്മൾ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ അതിനെ വീണ്ടെടുക്കാനും ഉപയോഗിക്കുന്ന സിംബോളിക് ആയിട്ടുള്ള ഐഡന്റിഫയറുകളാണ് വേരിയബിൾസ്. പ്രതീകാത്മകമായിട്ടുള്ള വാല്യൂസ് ആണ്. ഈ വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന്, വേരിയബിളിന്റെ പേരുണ്ടാവും, അതായത് ആ മെമ്മറി ലൊക്കേഷനെ നമ്മൾ പ്രതിപാദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ഐഡന്റിഫൈ, യുണീക്ക് ആയിട്ടുള്ള ഒരു വാക്കായിരിക്കും. 2, ഈ വേരിയബിളിന്, അതായത് നമ്മൾ റെഫർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്, മെമ്മറി അഡ്രസ്, എൽ വാല്യൂ എന്നും പറയുന്നു. 3, ഈ മെമ്മറി ലൊക്കേഷന്റെ ഉള്ളടക്കം, അതിനെ ആർ വാല്യൂ എന്നും പറയുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കുക. അടുത്തത് ഓപ്പറേറ്റേഴ്സ് ആണ്. ഈ ചാപ്റ്ററിൽ ഓപ്പറേറ്റേഴ്സ് ഒരു വലിയൊരു ടോപ്പിക്കാണ്. ഓപ്പറേറ്റേഴ്സിന്റെ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കമ്പൈലറിനോട് ഒരു പ്രവർത്തനം ചെയ്യാൻ, ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു ചിഹ്നമാണ് ഓപ്പറേറ്റർ. ഈ ഓപ്പറേഷനിൽ അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഡാറ്റയെ നമ്മൾ ഓപ്പറാൻഡുകൾ എന്നാണ് വിളിക്കുക. ഓപ്പറാൻഡിന്റെ എണ്ണത്തിനെ ബേസ് ചെയ്തിട്ട് ഓപ്പറേറ്ററുകളെ 3ആയിട്ട് തരംതിരിക്കാം: യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ. യൂണറി എന്ന് പറയുമ്പോൾ ഒരു ഓപ്പറൻഡേ ഉണ്ടാവുള്ളൂ. ബൈനറി ആണെങ്കിൽ 2 ഓപ്പറൻഡുകൾ ഉണ്ടാവും. ടെർണറി ആണെങ്കിൽ 3 ഓപ്പറൻഡുകൾ ഉണ്ടാവും ആ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിനുള്ള എക്സാമ്പിൾസും ഓർത്ത് വെക്കുക, കാരണം ക്ലാസിഫിക്കേഷൻ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതണം. ഇപ്പോൾ യൂണറിയിൽ പ്ലസ് മൈനസ് വരാം. അത് പോസിറ്റീവും നെഗറ്റീവും സൈനാണ്, അഡീഷണൽ അല്ല, സബ്ട്രാക്ഷനും അല്ല. പിന്നെ ഈ ലോജിക്കൽ നോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്. പ്ലസ് പ്ലസ് മൈനസ് മൈനസ്, ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, ഇതെല്ലാം യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്. ഒട്ടുമിക്ക ഓപ്പറേറ്ററുകളും ബൈനറിയാണ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എല്ലാം ബൈനറിയാണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലോ ഡിവിഷൻ,
എല്ലാ റിലേഷണൽ ഓപ്പറേറ്ററുകളും ബൈനറിയാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ലോജിക്കൽ ഓപ്പറേറ്ററിൽ ആൻഡും ഓറും ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്ററുകൾ ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പം അസൈൻമെന്റ് ഓപ്പറേറ്റർ ബൈനറി ഓപ്പറേറ്റർ ആണ്. അപ്പം ഇതൊക്കെ ബൈനറി ഓപ്പറേറ്ററുകളാണ്. ഇനി മൂന്നാമത്തത് ടെർണറി ഓപ്പറേറ്റർ ആണ്. 3 ഓപ്പറൻറ്റുകൾ റിക്വയർ ചെയ്യുന്ന ആവശ്യമുള്ള ഓപ്പറേറ്ററുകളാണ് ടെർണറി ഓപ്പറേറ്റർ. C++ലെ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. ക്വസ്റ്റ്യൻ മാർക്കും ഫുൾ കോളൻ, അതിന് 3 ഓപ്പറൻറ്റുകൾ വേണം. ഇതൊരു ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കൂടെ നമ്മൾ മനസ്സിലാക്കുക. പ്രവർത്തന രീതിയെ ബേസ് ചെയ്തിട്ട് ഓപ്പറേറ്ററുകളെ മറ്റൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അരിത്മെറ്റിക് ഓപ്പറേറ്ററുകൾ, റിലേഷണൽ ഓപ്പറേറ്ററുകൾ, ലോജിക്കൽ ഓപ്പറേറ്ററുകൾ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്ററുകൾ, അതുപോലെ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ്, അരിത്മെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്ററുകൾ, ഇങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലോ ഡിവിഷൻ, നമുക്ക് അറിയാവുന്ന ഓപ്പറേഷൻസ് ആണ്. അതിൽ മോഡുലോ ഡിവിഷൻ മാത്രം നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. റിമൈൻഡർ ഓഫ് ഡിവിഷൻ ആണ് ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അതായത് ഒരു സംഖ്യ മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശിഷ്ടം, 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ശിഷ്ടമായ 1 ആയിരിക്കും ഔട്ട്പുട്ട്. സോ ദാറ്റ് മീൻസ് 5 മോഡുലോ ഡിവിഷൻ, 5 പെർസെൻറ്റേജ് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. 5% 2 എന്ന് പറയുന്നത് ആൻസർ വിൽ ബി 1. ഇത് നമ്മൾ ശ്രദ്ധിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അടുത്ത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, അത് കമ്പാരിസൺ ആണ്. 2 ക്വാണ്ടിറ്റികൾ ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണത്. അതുപോലെ നോട്ട് ഈക്വൽ ടു, എക്സ്ക്ലമേഷൻ ചിഹ്നവും ഈക്വൽ ടു വരുന്നത് നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ചിഹ്നമാണ്. ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റിലേഷണൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, റിലേഷണൽ ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്ന വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്ന 0 അഥവാ 1. 0 ഫോർ ഫാൾസ്, 1 ഫോർ ട്രൂ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 2 റിലേഷണൽ എക്സ്പ്രഷൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഏതൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്? ലോജിക്കൽ ആൻഡ്, 2 ആംബർസെന്റ് സൈൻ ഇടുന്നതാണ്. ലോജിക്കൽ ഓർ എന്ന് പറയുന്നത് പൈപ്പ് സിമ്പൽ ആണ്. ലോജിക്കൽ നോട്ട് എന്ന് പറയുന്നത് എക്സ്ക്ലമേഷൻ ചിഹ്നമാണ്. പിന്നെ നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, ഒരു തവണ ഈക്വൽ ടു സൈൻ ഇടുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഇൻപുട്ട് ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ നമുക്കറിയാം, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാൻ, ഡിസ്പ്ലേ ചെയ്യാനും ഉപയോഗിക്കുന്നതാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ, 2 തവണ ഗ്രേറ്റർ ദാൻ സൈൻ ഇടുക. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അതായത് ഇൻസേർഷൻ, മറ്റേത് എക്സ്ട്രാക്ഷൻ. ലെസ് ദാൻ ആണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓപ്പറേറ്റേഴ്സിന്റെ പേര്, അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന ചിഹ്നം എന്താണ്, യൂണറി ആണോ, ബൈനറി ആണോ, ടെർണറി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് എക്സ്പ്രഷനുകളാണ്. പദപ്രയോഗങ്ങൾ എന്നൊക്കെ നമുക്ക് വിളിക്കാം. 3 തരത്തിലുള്ള എക്സ്പ്രഷനുകളാണ് മെയിൻ ആയിട്ടുള്ളത്. 1 അരിത്മെറ്റിക് എക്സ്പ്രഷൻ, 2 റിലേഷണൽ എക്സ്പ്രഷൻ, 3 ലോജിക്കൽ എക്സ്പ്രഷൻ. അരിത്മെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അരിത്മെറ്റിക് ഓപ്പറേറ്ററുകൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള പ്രയോഗങ്ങളാണ് അരിത്മെറ്റിക് എക്സ്പ്രഷൻ. അതിൽ തന്നെ ഇൻഡിജർ എക്സ്പ്രഷനുകളും ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷനുകളും ഉണ്ട്. ഇൻഡിജർ ആകുമ്പോൾ പൂർണ്ണ സംഖ്യകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അരിത്മെറ്റിക് ഓപ്പറേറ്ററുകൾ. ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷനിൽ ദശാംശ സംഖ്യകൾ വരാം. അങ്ങനെ സംഖ്യകളും അതുപോലെ തന്നെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സും ഇൻവോൾവ് ചെയ്യുന്ന, ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദപ്രയോഗങ്ങളാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് പ്രയോഗങ്ങൾ. ഇനി രണ്ടാമത്തത് റിലേഷണൽ എക്സ്പ്രഷൻസ് ആണ്. റിലേഷണൽ ഓപ്പറേറ്ററുകൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളെയാണ് നമ്മൾ റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് വെൻ യു ഇവാലുവേറ്റ് റിലേഷണൽ എക്സ്പ്രഷൻ, ഒരു റിലേഷണൽ എക്സ്പ്രഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. ഐദർ ഫാൾസ് ഓർ ട്രൂ ആയിരിക്കും. ഈ 2 പോസിബിലിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻഡിജർ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിജർ ആയിരിക്കും കിട്ടുക. ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തത് ലോജിക്കൽ എക്സ്പ്രഷൻസ് ആണ്. അവിടെ റിലേഷണൽ എക്സ്പ്രഷനോട് കൂടി തന്നെ ലോജിക്കൽ ഓപ്പറേറ്ററുകളും ഉണ്ടാവും. ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ടുള്ള ആൻഡ്, ഓർ, നോട്ട് എന്ന് പറയുന്ന ആ ഓപ്പറേറ്ററുകളും കൂടി വരുമ്പോഴാണ് ലോജിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ടാവുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അഥവാ പ്രസ്താവനകൾ. എന്താണ് പ്രസ്താവനകൾ അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ഇസ് ദ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിലെ ഏറ്റവും ചെറിയ പ്രവർത്തന ഘടകമാണ് പ്രസ്താവനകൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ 4 തരത്തിലുള്ള പ്രസ്താവനകളെ പറ്റി അല്ലെങ്കിൽ 4 തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒന്നാമത്തത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, പ്രഖ്യാപന പ്രസ്താവന. അതായത് നമ്മളൊരു വേരിയബിൾ ഉപയോഗിക്കുമ്പോൾ, വേരിയബിൾ എന്താണെന്ന് നമ്മൾ കണ്ടു, ഒരു പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് പ്രഖ്യാപിച്ചിരിക്കണം അല്ലെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റുകൾ അഥവാ പ്രഖ്യാപന പ്രസ്താവനകൾ എന്ന് പറയുന്നത്. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും C++ൽ ടെർമിനേറ്റ് ചെയ്യാൻ, അതായത് അവസാനിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി സെമികോളൻ ഇടാം എന്നുള്ള കാര്യം നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് എന്താണ്, അത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ്? ഒരു ഡാറ്റ ടൈപ്പിന്റെ പേര് പറയുക, എന്നിട്ട് നമ്മളൊരു യൂസർ ഡിഫൈൻഡ് ഐഡന്റിഫയർ, അതായത് ഒരു വേരിയബിൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു സിൻടാക്സ് ഇങ്ങനെയാണ്: ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വേരിയബിളുകൾ ഒരേ സമയം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം 1, വേരിയബിൾ നെയിം 2, വേരിയബിൾ നെയിം 3, ഇങ്ങനെ നമുക്ക് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റിന്റെ പേര് പഠിക്കുക, അതുപോലെ തന്നെ ഇതിന്റെ യൂസേജ് സിൻടാക്സ് പഠിച്ചു വെക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റുകളാണ്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ടു എ വേരിയബിൾ. ഒരു വേരിയബിളിലേക്ക് വില നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന് 3 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടത് സൈഡിൽ എപ്പോഴും ഒരു വേരിയബിൾ നെയിം ആയിരിക്കണം, ഈക്വൽ ടു ചിഹ്നം വേണം, ഓപ്പറേറ്റർ വേണം. വലത് സൈഡിൽ ഒരു കോൺസ്റ്റന്റ്, അതായത് ലിറ്ററൽ ആവാം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആവാം, ഒരു പ്രയോഗം, നമ്മളിപ്പോൾ മുൻപ് കണ്ട ഏത് പ്രയോഗം വേണേലും ആവാം. അപ്പോൾ ആ 3 രീതിയിൽ വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു എക്സ്പ്രഷൻ, ഈ രീതിയിൽ നമുക്ക് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിന്റെ യൂസേജ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഓപ്പറൻഡ് ഒരു സ്ട്രീം ഓബ്ജക്റ്റ് ആയിരിക്കണം. രണ്ടാമത്തെ ഇൻപുട്ട് ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന 2 ചിഹ്നം. അതിനുശേഷം ഒരു വേരിയബിൾ നെയിം ആയിരിക്കണം. കാരണം നമ്മളിവിടെ അസൈൻ ചെയ്യുന്നത്, ഇൻപുട്ട് ചെയ്യുന്നത് കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്ത് മെമ്മറി ലൊക്കേഷനിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കീബോർഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇൻപുട്ട് സ്ട്രീം ഓബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കുക. എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്? ഡാറ്റ വേരിയബിളുകളിലേക്കാണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനുകളിലേക്കാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് Cin ഗ്രേറ്റർ ദാൻ നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നു. കീബോർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓബ്ജക്റ്റ് ആണ് Cin. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിൽ ഡാറ്റ ഈസ് സെൻഡ് ടു ദ ഔട്ട്പുട്ട് ഡിവൈസ്, അതായത് സ്ക്രീനിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റുകൾ, ഔട്ട്പുട്ട് പ്രസ്താവനകൾ. അപ്പോൾ ഇവിടെ സി ഔട്ട് എന്ന് പറയുന്ന ഓബ്ജക്റ്റ്, അതായത് ഔട്ട്പുട്ട് സ്ട്രീം ഓബ്ജക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഗ്രേറ്റർ ദാൻ പകരം ലെസ് ദാൻ എന്ന് പറയുന്ന ചിഹ്നമാണ് ഉപയോഗിക്കുക. അതാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഒരു കോൺസ്റ്റന്റ് വരാം, അതായത് ലിറ്ററൽ സ്ഥിരാംഗം വരാം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ വരാം. അപ്പോൾ അവിടെ വേരിയബിളിന്റെ വാല്യൂ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ വരാം. എക്സ്പ്രഷൻ ആണെങ്കിൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു വാല്യൂ, ആ വില എന്താണോ അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് സ്ട്രീം ഓബ്ജക്റ്റ് ലെസ് ദാൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്ട്രീം ഓബ്ജക്റ്റ് ലെസ് ദാൻ വേരിയബിൾ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്ട്രീം ഓബ്ജക്റ്റ് ലെസ് ദാൻ എക്സ്പ്രഷൻ. ഈ 3 രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഡാറ്റ ടൈപ്പുകളെ പറ്റി പഠിച്ചു, വേരിയബിളുകളെ പറ്റി പഠിച്ചു, ഓപ്പറേറ്ററിന്റെ വ്യത്യസ്ത ക്ലാസിഫിക്കേഷനുകൾ നമ്മൾ കണ്ടു, ഏതൊക്കെ തരത്തിലുള്ള എക്സ്പ്രഷനുകൾ ഉണ്ട് എന്ന് കണ്ടു. ആൻഡ് ലാസ്റ്റ്ലി വി ഹാവ് ടോക്ക്ഡ് അബൌട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ്, 4 തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, എററുകളുണ്ടോ എന്ന് കണ്ടുപിടിച്ച് എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ തെറ്റിച്ച് തരും, 12 ഈസ് ഈക്വൽ ടു എ എന്ന് തരുന്നു. അത് തെറ്റാണ്. കാരണം എ ഈസ് ഈക്വൽ ടു 12 എന്നാണ് വേണ്ടത്. ആദ്യത്തെ ഓപ്പറൻഡ് എപ്പോഴും ഒരു വേരിയബിൾ ആയിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇൻപുട്ട് ഓപ്പറേറ്ററോ ഔട്ട്പുട്ട് ഓപ്പറേറ്ററോ ഒക്കെ തെറ്റിച്ച് കൊടുക്കുന്ന എക്സ്പ്രഷനുകൾ വരാം. അപ്പോൾ അത് സെമികോളൻ ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതിൽ സെമികോളൻ ആണ് മിസ്സിംഗ് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരാറുള്ളത്. ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ, അത് ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാം. ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നും ഡാറ്റ ടൈപ്പുകളുടെ സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാവാം. അപ്പം ഇതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് പഠിക്കുക. എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ നമുക്ക് കഴിയണം. അപ്പോൾ
ഈ തന്നിരിക്കുന്ന ഫോക്കസ് പോയിന്റ് നന്നായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യാൻ കഴിയും. നമുക്ക് അടുത്ത ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.